തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതിയായ സുഗാന്തിനെ റിമാൻഡ് ചെയ്തു. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരമായ കുറ്റകൃത്യമാണ് പ്രതി ചെയ്തതെന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. സുഗാന്തിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് വീണ്ടും ഒരു അപേക്ഷ കൂടി നൽകും. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സുഗാന്ത് മേഘ കേസാണ് ഭയങ്കരമായിട്ട് കേരള സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണല്ലോ. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ചയ്ക്കെടുക്കാം എന്ന് വിചാരിച്ചു. സുഗാന്ത് കേസ് പ്രണയവുമായി ബന്ധപ്പെട്ട, തേപ്പുമായി ബന്ധപ്പെട്ട, ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അതായത് നമുക്കറിയാവുന്നതാണ്, 24 വയസ്സുള്ള ഒരു IB ഉദ്യോഗസ്ഥ, 24 വയസ്സേ ഉള്ളൂ, അത് ഓർക്കണം. IB ഇൻ്റലിജൻസിൽ വർക്ക് ചെയ്യുന്ന IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്യുകയാണ്. ട്രെയിനിൻ്റെ മുന്നിൽ ചാടിയിട്ട് ആത്മഹത്യ ചെയ്യുകയാണ്. അവരുടെ ശരീരം പല പീസുകളായിട്ട് കാണപ്പെടുകയാണ്. അപ്പോൾ ഇതിൽ സുഗാന്തുമായിട്ട് പ്രേമമായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. പിന്നീട് ഇവർക്ക് മനസ്സിലാവുകയാണ് സുഗാന്തിന് മൾട്ടിപ്പിളായ പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. അതായത് സുഗാന്ത് എന്ന് പറയുന്നത് ഒരു IB അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഓഫീസറാണ്, നല്ല പോസ്റ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഈ രണ്ടുപേരും. അപ്പോൾ സുഗാന്തിന് സിവിൽ സർവീസിൻ്റെ പ്രിലിംസൊക്കെ കിട്ടിയിട്ട് മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾ കൂടിയാണ്. അപ്പോൾ സിവിൽ സർവീസ് അക്കാദമിയിൽ നിന്ന് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ആ സ്ഥലത്ത് നിന്ന് അവിടെയുള്ള ഒരു യുവതിയായിട്ട് ഇയാൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ IBയിലുള്ള ഇൻ്റലിജൻസ് ബ്യൂറോ അവിടെയുള്ള വേറൊരു ഉദ്യോഗസ്ഥയുമായിട്ടും റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവളുടെ അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മേഘയുടെ അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഉദ്യോഗസ്ഥ 24 വയസ്സുള്ള അവർ പ്രഗ്നൻ്റ് ആവുന്നു. പ്രഗ്നൻ്റ് ആയതിനു ശേഷം അത് അബോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നു. അങ്ങനെ അബോർട്ട് ചെയ്യുന്നു ആശുപത്രി പോയിട്ട്. പിന്നീട് പറയാണ് കല്യാണം കഴിക്കാൻ പറ്റൂല, നീ മരിച്ചാലാണ്, നീ ജീവനോടുള്ളപ്പോൾ എനിക്ക് മറ്റേ ആൾ കല്യാണം കഴിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട്, നീ എപ്പോൾ ചാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം മാനസികമായിട്ട് ഇമോഷണലൊക്കെ ഇവരെ തകർത്ത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതിന് ശേഷം ഇവരെ ഒഴിവാക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കണം. ഏറ്റവും അവസാനം നീ എപ്പോൾ മരിക്കും എന്നൊക്കെ ചോദിച്ചു ഏറ്റവും അവസാനം ഓഗസ്റ്റ് 9 മരിക്കും എന്ന് അവർ ടെലഗ്രാം ചാറ്റിൽ നിന്ന് പോലീസിന് മനസ്സിലാവുകയാണ്. സുഗാന്ത് ഒളിവിൽ പോകുന്നു. സുഗാന്ത് അതിനു മുമ്പ്, അവൾ മരിക്കുന്നതിന് മുമ്പ് വീട്ടുകാരോട് പറയുകയാണ്, അമ്മയ്ക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കൗൺസിലിങ്ങിനോ തെറാപ്പിക്കൊക്കെ നിങ്ങളൊന്ന് ഇതാക്കണം അവളെ, എനിക്ക് ഈ സാഹചര്യത്തിൽ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു സംഭവം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഏകദേശം ഒരു സംഗതി ഉള്ളത്. അങ്ങനെ ഇവർ മരിക്കുകയാണ്. മരിച്ചതിന് ശേഷം 2 മാസത്തോളം സുഗാന്ത് ഒളിവിൽ പോവുകയാണ്. അവസാനം സ്വയം കീഴടങ്ങുകയാണ്. അപ്പോൾ പോലീസുകാർ സുഗാന്തിനെ കിട്ടാണ്ട് നടക്കുകയായിരുന്നു, അങ്ങനെ ഒരു അവസ്ഥയിൽ. അപ്പോൾ സുഗാന്ത് അവിടെ പോയി. സുഗാന്ത് ഇവിടെ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു, പല അമ്പലങ്ങളിലായിട്ട് മൂപ്പരിങ്ങനെ നടക്കുകയായിരുന്നു. അവസാനം മുൻകൂർ ജാമ്യം കോടതി തടഞ്ഞതോടുകൂടി മുൻകൂർ ജാമ്യം കൊടുക്കാണ്ടിരുന്ന ഒരവസ്ഥയിൽ മൂപ്പര് വന്നിട്ട് കീഴടങ്ങിയായിരുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു സംഗതി. നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പറഞ്ഞു, ഒരു പ്രണയബന്ധത്തിൽ അകപ്പെടുന്ന സ്ത്രീയും പുരുഷനും, ഇപ്പോൾ ഇവിടെ പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്ന രണ്ടുപേരും ഇത് ഏറ്റവും അവസാനം ഒരു മരണത്തിലേക്ക് അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക്, ആത്മഹത്യയിലേക്കൊക്കെ കടന്നു പോകാനുള്ള സാഹചര്യം എന്താണ്? ഇപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം ആലോചിക്കുക, 2 പേര് എഡ്യൂക്കേറ്റഡ് ആണ്, വെൽ സെറ്റിൽഡ് ആണ്, നല്ല പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഒരു സോഷ്യൽ ലാഡറിൽ നല്ല ഹൈ പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന 2 പേരാണ്. നല്ല ഇൻ്റലിജൻ്റായ ആളുകളാണ്, കാശ് ഒരുപാടുള്ള ആളുകളാണ്. അതിന് സംശയമൊന്നുമില്ലല്ലോ. ഇവിടെ സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്ലെയറായിരുന്നു സുകേഷ് എന്ന് വേണമെങ്കിൽ പറയാം. മൾട്ടിപ്പിൾ റിലേഷൻസ് പറഞ്ഞു. മൊത്തം 3 പേരോടാണ്, മേഘ അടക്കം 3 പേരോടാണ് റിലേഷൻഷിപ്പ്, ഒരേ സമയത്ത് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് ഒരു സുകേഷ്. സുകേഷിൻ്റെ ടെലിഗ്രാം ചാറ്റിൽ നിന്ന് കുറേ കാര്യങ്ങൾ പോലീസിന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇവളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ മൂപ്പരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു, സുകേഷിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ അത്രത്തോളം ഇൻറ്റിമേറ്റ് ആയിരുന്നു, കല്യാണം കഴിക്കുന്ന ഉറപ്പായിരുന്നു. അങ്ങനെ വിവാഹ വാഗ്ദാനം നൽകുകയാണ് ചെയ്തത് മൂപ്പര്. ഇവൾക്ക് കല്യാണം കഴിക്കുന്നുള്ള ഉറപ്പായിരുന്നു. പക്ഷേ അതിൻ്റെ പേര് ശാരീരികമായിട്ടും ദുരുപയോഗം ചെയ്തിരുന്നു. അതായത് ഇവർ സെക്സിൽ ഏർപ്പെട്ടിരുന്നു. ഓക്കെ, അവൾ പ്രഗ്നൻ്റ് ആയി ഒക്കെ ചെയ്തു. പിന്നീട് അത് അലസിപ്പിക്കുകയാണ് ചെയ്തത്, അബോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇവൾക്ക് കിട്ടുന്ന സാലറി ഈ ചെങ്ങായിക്ക് അയച്ചു കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്.
അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല അതിലേക്ക് വരാം. അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ലൈംഗികമായിട്ടും മാനസികമായിട്ടും ഒക്കെ പീഡിപ്പിച്ചിരുന്ന ആര്, ദുരുപയോഗം ചെയ്തിരുന്നു സുഗാന്ത് സുരേഷ്, ആരെ, കാമുകിയെ അല്ലേ. ഇതിങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഏറ്റവും അവസാനം ഇവള് ഒരു സൈക്കോളജിക്കലി ആയിട്ടുള്ള ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം. അതായത് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ലേ, ഞാൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിലാണ് അയാൾക്ക് നല്ലൊരു ജീവിതം കിട്ടുമെങ്കിൽ അങ്ങനെ കിട്ടിക്കോട്ടെ വിചാരിച്ച് ആത്മഹത്യ ചെയ്തതായിരിക്കാം എന്നൊരു രീതിയിലൊക്കെ പലരും പറയുന്നുണ്ട്. ഇതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളിൽ സുഗാന്തിനെ തെറി വിളിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ആ കൊച്ചിനെ 24 വയസ്സുള്ള കൊച്ചി ചെങ്ങായിക്ക് വേണ്ടിയിട്ടാണ് ആത്മഹത്യ ചെയ്തത് എന്നൊക്കെ പറയുന്ന ടീംസാണ് പൊതുവേ. അപ്പോൾ അതിൽ പറയുന്നത്, അതിലെ കുറച്ച് കമൻറ്റുകൾ ഞാൻ ഒന്ന് വായിക്കാം കേട്ടോ. കുറച്ച് കമൻറ്റുകളൊന്ന് വായിക്കാം, ഓക്കെ അല്ലേ. സിമൻറ്റ് പണിക്ക് പോകുന്ന ബംഗാളി ഇവനേക്കാളും ഗെറ്റപ്പ് ഉണ്ടല്ലോ എന്നുള്ളൊരു കമൻറ്റാണ്. 504 ലൈക്കാണ് അതിനുള്ളത്, 16 റിപ്ലൈ ഉണ്ട്. ഈ മരവോന്ത് പോലത്തെ ഇവന് വേണ്ടിയാണ് ഈ കുട്ടി മരിച്ചത്. ബോഡി ഷെയ്മിങ് ആണ്. ഞാനിപ്പോൾ സുഗാന്തിനെ സപ്പോർട്ട് ചെയ്യണതല്ല കേട്ടോ, പൊതുസമൂഹം എങ്ങനെയാണ് ഈ ഒരു വിഷയത്തോട് പ്രതികരിക്കുന്നത് എന്നുള്ള ഒരു ചെറിയൊരു ഇത് ഞാൻ എടുത്തിട്ട് നിങ്ങളുടെ മുന്നിൽ ഇട്ടിരുന്നു മാത്രം. IB-കാരി ആണെങ്കിലും യുവതിയുടെ തലയിൽ ആൾതാമസമില്ല. 1K 1000 ലൈക്സ് ആണ് അതിനുള്ളത്. ഇതാണ് എൻ്റെ പോയിന്റ്. ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ്. പിന്നെ ഇവനോ കുരങ്ങ് എത്ര സുന്ദരം എന്നൊക്കെ കൊണ്ട് കുറേ കിക്ക് വേണ്ടി വിളിക്കണതിൻ്റെ സ്റ്റിക്കർ സ്മൈലിയൊക്കെ ഉണ്ട്. പാടത്ത് വെക്കുന്ന കോലത്തിന് ഇവനേക്കാൾ സൗന്ദര്യമുണ്ട്. ഈ പെണ്ണിന് എന്ത് പറ്റി, ഇവനെല്ലാം ഒഴിഞ്ഞു പോയി കിട്ടാൻ എന്താ മാർഗ്ഗം എന്നായിരുന്നു ചിന്തിക്കേണ്ടിയിരുന്നത്. ഈ പെണ്ണിന് എന്ത് പറ്റി, ഇവനെല്ലാം ഒഴിഞ്ഞു പോയി കിട്ടാൻ എന്താ മാർഗ്ഗം എന്നായിരുന്നു ചിന്തിക്കേണ്ടിയിരുന്നത്. ഇവനാണോ സുഗാന്ത് അയ്യേന്ന്? ഇപ്പോഴത്തെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും വിവരം എന്ന് പറയുന്ന സാധനമില്ല. വേറൊരു കമൻറ്റാണ്. വെറുതെ കുരങ്ങിനെ പറയിപ്പിക്കാൻ, കുരങ്ങിന് ഇതിനേക്കാൾ ഭംഗിയുണ്ട്. ബോഡി ഷെയ്മിംഗ് ആണ്. കമൻറ്റ് കണ്ട് ചിരിച്ചു മരിക്കാറായി. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണ് ഇങ്ങനെ തോന്നിയത്. ആ പെൺകുട്ടി എത്ര നല്ല സുന്ദരിയായിരുന്നു. അതുകൊണ്ട് ഇവനെ കണ്ടാൽ ഒരു ബംഗ്ലാദേശിയെ പോലെ ഉണ്ടല്ലോ. ആ പെൺകുട്ടി എന്ത് കണ്ടിട്ടാണ് ഇവനെ പ്രേമിച്ചത്? ഈ പെട്ട തലേന്ന് ഇത്രയൊക്കെ പറ്റിയോ? പ്രേമിക്കാൻ പറ്റിയ സാധനം. ഈ മരപ്പട്ടിക്ക് വേണ്ടിയിട്ടാണോ ആ പൊന്നുമോൾ ജീവൻ കളഞ്ഞത്? കഷ്ടം. ഈ മുതുക്കനെ കണ്ടിട്ടാണോ? മുതുക്കനോ? അയ്യേ മരക്കുരങ്ങ്. ഈ കൊഞ്ഞണിന് വേണ്ടി സൂയിസൈഡ് ചെയ്ത ആ കൊച്ചിനോട് പുച്ഛം തോന്നുന്നു. പെണ്ണിൻ്റെ വില കളയാൻ ഓരോന്ന്. എന്ത് കണ്ടിട്ടാണോ ഇവൻ്റെ കൂടെ പെണ്ണുങ്ങൾ പോയത്? ഇത് ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, കൂടുതലും പെണ്ണുങ്ങളാണ് കമൻറ്റ് ചെയ്യുന്നത്. സുഗാന്ത് ക്രോസ് ഇട്ടിട്ട് ചുണ്ണാമ്പ് ടിക്കറ്റേച്ചറിന് നല്ല കോലം, പാടത്ത് വെക്കാൻ പോലും കൊള്ളില്ല. ഈ മോൻ്റെയൊക്കെ പിറകെ പോകുന്ന അവളുമാരെ പറഞ്ഞാൽ മതി. ഇവനാണോ അയ്യേ, ഇവന് വേണ്ടിയാണോ കഷ്ടം? അയ്യേ കണ്ടാലും മതി. മയിര് ഇവനാണോ സുഗാന്ത്? ഈ വേട്ടവളിയന് വേണ്ടിയാണോ? അയ്യേ ഈ വേട്ടവളിയന് വേണ്ടി ജീവൻ കളഞ്ഞ ആ കുട്ടി മണ്ടത്തരം കാണിച്ചല്ലോ. ഈ ക്ലാപ്പൻ ആ കൊച്ചിനെ ബ്രെയിൻ വാഷ് ചെയ്ത് കാണും. ഈ അപ്പൂപ്പനാണോ കാമുകൻ? ക്രിമിനൽ ലുക്ക്. ഇവൻ സുഗാന്തല്ല, സുപ്രാന്തൻ, മരപ്പട്ടി. നല്ല കോഴി ഒളിവിലും കളിയുടെ ക്ഷീണമുണ്ട്. നല്ല കോഴി ഒളിവിലും കളിയുടെ ക്ഷീണമുണ്ടെന്ന്. ഈ മൊണ്ണേനെ കണ്ടിട്ടാണോ ആ പെൺകുട്ടി? ഇവനാണോ അവളുടെ ഹൃതിക്രോഷൻ? ഇവനെപ്പോലുള്ളവർ ഇനി വെളിയിൽ ഇറങ്ങരുത്. സഹതടവർ ഇവനെ നല്ലപോലെ കാണുക. എത്ര IB ഉദ്യോഗസ്ഥനാണെങ്കിലും പ്രേമത്തിന് കണ്ണും തലച്ചോറും ഒന്നും വർക്കാവില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം. അണ്ണാച്ചി ഇവനാണോ താരം? പെൺകുട്ടിക്ക് വട്ടായിരുന്നു. എന്തായാലും ഒളിവിൽ ഭയന്ന് ഫുഡ് പോലും മര്യാദയ്ക്ക് കഴിക്കാൻ ഇല്ലാതെ കഴിയുമ്പോൾ ഇങ്ങനത്തെ കോലം അവൻ പെരുത്ത് സമയം വേണ്ട. എന്നാലും ഇവനെ പ്രണയിക്കാൻ തോന്നിപ്പോയില്ല പെൺകുട്ടിക്ക്. പോട്ടെ പോണവൻ എന്ന് വെച്ച് കുട്ടി കുടുംബത്തിന് വേണ്ടിയെങ്കിലും ജീവിക്കാമായിരുന്നു. ഇതിനാണ് പറയുന്നത് മറ്റൊരാളുടെ കണ്ണിലാണ് സൗന്ദര്യമെന്ന്. എൻ്റെ കാഴ്ചപ്പാടല്ല വേറൊരാളുടെ. ഈ ക്ഷയരോഗം പിടിച്ചവനെ അവൾ എന്ത് കണ്ട് സ്നേഹിച്ചു? ഒരു ബംഗാളി ലുക്ക്. ഇത്രയും പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടാൻ എന്താ ഇവനുള്ളത്? ഒരു ബംഗാളി ലുക്ക്. ജനിക്കും മുമ്പ് ഇട്ടതായിരിക്കും പേര്. അയ്യേ ഇവൻ്റെ വലയിലും വീഴാൻ പെണ്ണുങ്ങളോ? എന്തൊരു നല്ല മോളായിരുന്നു. ഈ കോമാളനെ കിട്ടാത്തതിനാണോ കുട്ടി മരിച്ചത്? കഷ്ടം. പോക്കരടിക്കാരനെ പോലെ ഉണ്ട്. ഇവന് വേണ്ടി ഒരുത്തി മരിച്ചു. കണ്ടിട്ടുണ്ടെങ്കിൽ പോക്കരടിക്കാരനെ പോലെ ഉണ്ട്. അയ്യേ ഇതെന്ത് കോലം, കാണാൻ അത്രയേ ഉള്ളൂ. ഇവൻ ആൾ കൊള്ളാമല്ലോ. ഞാനിത് ഓർഡറിൽ ഇങ്ങനെ വായിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. അയ്യേ ഈ പൊന്നാര മുത്തിന് വേണ്ടിയിട്ടാണോ ഈ കൊച്ചിങ്ങനെ ചെയ്തത്? ഇവനെ കിട്ടാനാണ് ഇൻ്റലിജൻസുകാരി ആത്മഹത്യ ചെയ്തത്. കഷ്ടം. ഇത് സുഗന്ധല്ല, എൻ്റെ സുഗന്ധ് ഇങ്ങനെയല്ല. ഇത് ബംഗാളി സുഖക്കുണ്ട്. പൊട്ടൻ്റെ കയ്യിൽ പൂമാല. ജാമ്യം റെഡിയല്ലേ? അല്ലെങ്കിൽ നമ്മൾ മനുഷ്യാവകാശ പ്രവർത്തകർ ഇറങ്ങണം ജാമ്യത്തിന് വേണ്ടി. 3 അടി നീളം ഇല്ല ഡാഷ് മോൻ. ഇതാണ് മലയാളികളുടെ കുഴപ്പം. 99% കമൻറ്റ് ഈ വ്യക്തിയുടെ ശരീരത്തെയും സൗന്ദര്യത്തെയും കളിയാക്കിക്കൊണ്ടുള്ളതാണ്. അയാൾ ചെയ്ത തെറ്റിനെ ആരും കുറ്റപ്പെടുത്തുന്നില്ല. ഈ രൂപം കണ്ടാണ് ഈ കുട്ടി ഇവൻ്റെ കൂടെ പോയതെന്ന് പറഞ്ഞാൽ കുട്ടിയെ കുറ്റപ്പെടുത്തുന്നു. നല്ല നമസ്കാരം. വിനീത് വേണുഗോപാൽ എന്നു പേരുള്ള ഒരു വ്യക്തിയുടെ കമൻ്റാണത്.
ഒന്നുകൂടി വായിക്കോട്ടെ കമൻറ്റ്. ഇവിടെ വളരെ ഡിഫറൻ്റായ രീതിയിൽ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ പോയിന്റിലേക്ക് എത്തുന്ന ഒരു കമൻറ്റാണിത്. ഇതാണ് മലയാളികളുടെ കുഴപ്പം. 99% കമൻറ്റും ഈ വ്യക്തിയുടെ ശരീരത്തെയും സൗന്ദര്യത്തെയും കളിയാക്കിക്കൊണ്ടുള്ളതാണ്. അതായത് സുഗാന്തിൻ്റെ അയാൾ ചെയ്ത തെറ്റിനെ ആരും കുറ്റപ്പെടുത്തുന്നില്ല. ആ കുറ്റത്തിൻ്റെ തീവ്രത ഇപ്പോഴും മനസ്സിലാവില്ല. ഇതൊരു തേപ്പ് അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണ അല്ലെങ്കിൽ തേപ്പ് കൊണ്ട് ഓള് ആത്മഹത്യ ചെയ്തു കാമുക, ഈ ഒരു രീതിയിലാണ് പലരും നിസാരവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾ ചെയ്ത തെറ്റിനെ ആരും കുറ്റപ്പെടുത്തുന്നില്ല. ഈ രൂപം കണ്ടാണ് ഈ കുട്ടി ഇവൻ്റെ കൂടെ പോയതെന്ന് പറഞ്ഞ് ആ കുട്ടിയെ കുറ്റപ്പെടുത്തുന്നു. നല്ല നമസ്കാരം. 49 ലൈക്കാണ്, 10 റിപ്ലൈസാണ് വന്നുള്ളത്. ഒരാളെങ്കിലും കാര്യം പറഞ്ഞല്ലോ, സന്തോഷം. പ്രേമ എന്ന പേരുള്ളൊരു അവർ റിപ്ലൈ ചെയ്താൽ പുള്ളിയുടെ ബന്ധുവാണോ ഇയാൾ? വേറെ ആളുടെ ഏതോ കാമദേവന് വേണ്ടി ആയിരിക്കും ജീവത്യാഗം ചെയ്തത് എന്ന് നാട്ടുകാർ ചിന്തിച്ചു പോയാൽ തെറ്റുണ്ടോ? സ്വന്തം അച്ഛനെയും അമ്മയെയും ആ കുഞ്ഞ് ഓർത്തില്ലല്ലോ എന്ന സങ്കടം ബാക്കി. വിവാഹ വാഗ്ദാനം നൽകി എന്നും പറഞ്ഞ് തുണിയുരിഞ്ഞു കൊടുക്കുന്ന പെൺകുട്ടിക്കെതിരെയാണ് യഥാർത്ഥത്തിൽ കേസെടുക്കേണ്ടത്. സത്യമായി എന്നുള്ള ഒരു പ്രൊഫൈലിൽ വന്നിട്ടുള്ള കമൻറ്റാണ് കേട്ടോ. കാണാണ്ടോ? എനിക്ക് കാണണ്ടോ? വിവാഹ വാഗ്ദാനം നൽകി എന്നും പറഞ്ഞ് തുണി ഉരിഞ്ഞു കൊടുക്കുന്ന പെൺകുട്ടികൾക്കെതിരെയാണ് യഥാർത്ഥത്തിൽ കേസെടുക്കേണ്ടത്. ആ വകയിൽ എൻ്റെ ഒരു അമ്മാവൻ്റെ മോനാ എന്തേ എന്ന് തിരിച്ച് റിപ്ലൈ കൊടുത്തണം. എഗ്രീഡ്, വാട്ട് എ ബാഡ് ടേസ്റ്റ്. അത് ആ ഉദ്യോഗസ്ഥൻ കോടീശ്വരൻ എന്നൊക്കെ പറഞ്ഞ് മീഡിയ കുറേ തള്ളിയപ്പോൾ എല്ലാവരും മനസ്സിലൊരു ചിത്രം വരച്ച് കാണും. ഇവനെ കണ്ടതോടെ അതൊന്നും അല്ലെന്ന് തോന്നിയിട്ടുണ്ട്. സോ അതാണ് കമൻറ്റ് ബോക്സ്. ഇത്രയും നല്ലൊരു കൊച്ചി ഈ സാഹചര്യത്തിലായത് ഇവനെപ്പോലുള്ള ഒരാൾ കാരണമായതിൻ്റെ വിദ്വേഷം. പുരുഷൻ സർക്കാർ ജോലിക്കാരനോ സമ്പന്നനോ ആണെങ്കിൽ അവൻ വിരൂപനാണെങ്കിലും സ്ത്രീകൾക്കൊരു കുഴപ്പവുമില്ല. പുരുഷൻ, ഇതൊക്കെ ആളുകളുടെ അഭിപ്രായങ്ങളാണ് കേട്ടോ പറയുന്നത്. കമൻറ്റ് വായിക്കുന്നത്. ജോലിക്കാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി ലോഡ്ജ് മുറിയിൽ പണി നടത്തുന്ന പെൺകുട്ടി വളരെ നല്ല കുട്ടിയാണ്. ഇത്രയും സപ്പോർട്ട് ചെയ്താൽ മതിയോ? കണ്ട് ചിരിക്കണം ഒരു തെറ്റുന്നു. ജോലിക്കാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി ലോഡ്ജിൽ മുറിയിൽ പണി നടത്തുന്ന പെൺകുട്ടി വളരെ നല്ല കുട്ടിയാണ്. ഇത്രയും സപ്പോർട്ട് ചെയ്താൽ മതിയോ? കാമം ആണിന് മാത്രമേ പാടുള്ളൂ എന്ന് വേറെ ആൾ ചിന്തിക്കണ പോലുള്ളൊരു സാധനം. കമൻറ്റുകൾ അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇത് സംഗതി. ഇതിപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇതിൽ പ്രത്യേകം എടുത്ത് പറയില്ല. എൻ്റെ പോയിൻ്റ് ഇതാണ്. ഇങ്ങനെയുള്ള വയലൻസ് ഉണ്ടാവാണ്ടിരിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആത്മഹത്യകളില്ലാണ്ടിരിക്കാൻ നമുക്ക് അടിപൊളിയായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പ്രണയം മൂലം ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാവാണ്ടിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുക? കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ പോയിൻ്റ്, സേഫായിട്ടിരിക്കുക. സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര അഗാധമായ പ്രണയമാണെന്ന് പറഞ്ഞാൽ എന്ത് തേങ്ങയാണെങ്കിലും ഒരു കാര്യത്തിൽ ഈ കല്യാണം കഴിക്കണമെന്ന് നല്ല ജീവിതത്തിൽ വലിയ കാര്യം. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, അസുഖങ്ങൾ വരും, ആൾ ചിലപ്പോൾ നമ്മളെ കൊല്ലും, റേപ്പ് ചെയ്യും, മെറിറ്റൽ റേപ്പ് എന്ന് പറഞ്ഞ സാധനമൊക്കെ. ഇങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. അതെ, സേഫായിട്ടിരിക്കുക. ജീവിതത്തിൽ നമുക്ക് ഒന്നിലധികം ആളുകളൊക്കെ പ്രണയം തോന്നുന്നുണ്ടായിരിക്കും, ഇഷ്ടം തോന്നുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു കല്യാണം കഴിക്കാറുണ്ട്, നമ്മൾ കല്യാണം കഴിക്കുകയും ചെയ്യും, കുട്ടികളുണ്ടാവും, ഒക്കെ ചെയ്യും. പക്ഷേ ഈ വയലൻസിനും സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുക, അതേപോലെ അസുഖങ്ങൾ വരാൻ സാധ്യത ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കുക. സേഫായിട്ടിരിക്കുക. അതുപോലെ രണ്ടാമത്തെ കാര്യം വളരെ ഇൻഡിപെൻഡൻ്റ് ആവുക. ഇൻഡിപെൻഡൻസ് പ്രാധാന്യം കൊടുക്കുക. സ്വതന്ത്രരാവാൻ ശ്രമിക്കുക. ഇൻഡിപെൻഡൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാനോ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനോ ഒന്നും മാത്രമല്ല, ഫിനാൻഷ്യലായിട്ടുള്ള, ഇമോഷണലായിട്ടുള്ള, ഇൻ്റലക്ച്വലായിട്ടുള്ള ഇൻഡിപെൻഡൻസിന് പ്രാധാന്യം കൊടുക്കുക. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് പറഞ്ഞാൽ ജോലി, കരിയർ, സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളൊരു സാധനം. ഇവിടെ ഈ കുട്ടിക്ക് 24 വയസ്സുള്ള കുട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല, 24 വയസ്സുള്ള യുവതിക്ക് സ്വന്തമായിട്ട് ജോലി ഉണ്ടായിരുന്നു, ഒരു ഗംഭീര ജോലി ഉണ്ടായിരുന്നു, ഇൻ്റലിജൻസിലാണ്, എന്നിട്ട് ഇൻ്റലിജൻ്റ് അല്ല. ഇതാണ് എനിക്ക് തോന്നിയത്. നമ്മൾ കുറ്റപ്പെടുത്തല്ല, നമ്മൾ പ്രണയം നഗ്നമാണെന്നോ അന്ധമാണെന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ് തോന്നുന്നത്. എന്തപ്പോൾ ഇത് പ്രേമത്തിലാണ് മുങ്ങിയപ്പോൾ എല്ലാ ബോധം പോയോ, സാലറിയൊക്കെ അങ്ങോട്ട് കൊടുത്തിരുന്നു എന്നൊക്കെ പറയുന്നു. ഒരു പക്ഷേ അത് അത്രയും സ്നേഹമുള്ളതുകൊണ്ട് ഇവർ ഭർത്താവ് ഭാര്യനെ പോലെ ആയതുകൊണ്ട് അങ്ങനെ കൊടുത്തതായിരിക്കാം. എന്തായാലും സാമ്പത്തികമായിട്ടുള്ള ഒരു ഇതുണ്ട്. നമ്മളെ മറന്നിട്ട് പ്രണയബന്ധത്തിൽ പോകാണ്ടിരിക്കുക. നമുക്ക് എപ്പോഴും നമ്മുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, ഇൻഡിവിജ്വാലിറ്റി എന്നുള്ള ബോധം വെക്കാം. പിന്നെ ഇമോഷണലായിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻസ് വെക്കാം. ഇപ്പോൾ ഒരാളോട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് വിചാരിച്ചിട്ട് നമ്മുടെ ഇമോഷണലായിട്ടുള്ള ഒരു ഹെൽത്ത് നശിപ്പിച്ചുകൊണ്ട് എന്തിനാ ഈ പരിപാടിക്ക് നിൽക്കണത്? നമുക്ക് ഇമോഷണലായിട്ടുള്ള ഒരു ആരോഗ്യം വേണ്ടേ? ഒരാൾ വിചാരിച്ചാൽ നമ്മുടെ ഇമോഷണൽ ആരോഗ്യം നശിക്കരുത്. ഒരാൾ കാരണം നമ്മുടെ ഇമോഷണലായിട്ടുള്ള ഒരു ഹെൽത്ത് നശിക്കുകയാണെങ്കിൽ വിട്ട് കളയണം, പോട്ടെ പോലെന്ന് വെക്കണം, അല്ലേ? അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് വാങ്ങിയുള്ള ജോലിയല്ലേ, നിങ്ങളുടെ പാരൻസൊക്കെ എത്ര കഷ്ടപ്പെട്ടുണ്ടാവും നിങ്ങളെ വളർത്താൻ. പോട്ടെ, നിങ്ങളെത്ര കഷ്ടപ്പെട്ടുണ്ട് നിങ്ങളെ ജോലി കിട്ടാനും സംഭവങ്ങളൊക്കെ. എന്താ ഉദ്ദേശിക്കണത്? കോമൺ സെൻസ് ഇല്ലേ? അതൊന്നും ഒരു ട്രോമയിലേക്ക് പോയതാണോ? ഇയാളുടെയൊക്കെ നിരന്തരമായ കമ്മ്യൂണിക്കേഷൻ കുറേ ആകെ പ്രാന്തായി ഒരു ലെവലിലെത്തി എങ്ങനെയാണ്? അപ്പോൾ കൗൺസിലിങ്ങിലൊന്നും പോകാനൊന്നും പറ്റിയില്ലേ? ആരും അതൊന്നും പറഞ്ഞില്ലേ? ആരെയും സപ്പോർട്ട് ചെയ്തില്ലേ? അതുകൊണ്ടാണോ? അറിയില്ല. നമ്മൾ പലപ്പോഴും ഇങ്ങനെ ലോജിക്ക് വെച്ച് എന്താ അത് ചെയ്തുകൂടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷെ പറ്റിയിട്ടുണ്ടാവില്ലായിരിക്കാം.
അപ്പോൾ ഇനി ഇങ്ങനെ പ്രണയബന്ധങ്ങളിൽ എത്തിപ്പെടുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കാം. അതേപോലെ ഇൻ്റലക്ച്വലായിട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ടാക്കുക. ഇൻ്റലക്ച്വൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഈ സാധനം പണി മുടക്കരുത്. ബ്രെയിന് എത്ര ഇമോഷണലായി ഇതിൽ പെട്ടിട്ടുണ്ടെങ്കിലും ഇൻ്റലക്ച്വലായ സാധനം നഷ്ടപ്പെടുത്താണ്ടിരിക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ മൂപ്പര് പറഞ്ഞില്ലേ, ഒരു പ്ലെയറായിരിക്കും സുഗാന്ത് അവൻ്റെ സാമ്പത്തികമായ കാര്യങ്ങളും ലൈംഗികമായ കാര്യങ്ങളൊക്കെ അവൻ ഇതുവഴി അങ്ങോട്ട് തീർത്തിട്ടുണ്ട്. 3 പെണ്ണുങ്ങളാണല്ലോ ഒരേ സമയത്ത്, മനസ്സിലാവുണ്ടോ? അപ്പോൾ അവൻ്റെ ഇൻ്റലിജൻസ് കുരുട്ട് ഇൻ്റലിജൻസാണ് ഇവിടെ. പക്ഷെ നമ്മൾ ഈ കൊച്ചിനെ കംപ്ലീറ്റ് ഇൻ്റലിജൻസ് നഷ്ടപ്പെടുകയും ചെയ്തു തോന്നുന്നു. അപ്പോൾ എപ്പോഴും റിഫ്ലക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ പോയി ശരിയാവുമോ, ഇതിലിങ്ങനെ അപകടങ്ങൾ ഉണ്ടാവില്ലേ, അങ്ങനെ കൃത്യമായി ധാരണ വയ്ക്കുക. പാരൻസിനെ കുറിച്ചൊക്കെ ആലോചിക്കുക, കോമൺ സെൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. പിന്നെ വേറൊരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടാക്കുക. അതായത് ഒരിക്കലും കോൺഫിഡൻസ് തകർക്കുന്ന ഒരു പരിപാടിക്ക് ഇറങ്ങാണ്ടിരിക്കുക. നമ്മൾ കോൺഫിഡൻസ് തകർന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ കൊണ്ട് എന്തിനാ കൊള്ളുക? നമ്മുടെ കോൺഫിഡൻസ് പോയിട്ടുണ്ടെങ്കിൽ തലയിൽ കയറി നിരങ്ങും ആളുകൾ. ഈ സമൂഹം എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരമാണ് പലപ്പോഴും. അപ്പോൾ കോൺഫിഡൻസ് തകർത്ത് കളയാണ്ടിരിക്കുക. പിന്നെ വല്ലാണ്ട് ത്യാഗം ചെയ്യാണ്ടിരിക്കുക. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാവും ആ കൊച്ചു തോന്നുന്നു. കമൻറ്റുകളിൽ അങ്ങനെ കണ്ടു. അതായത് അയാൾക്ക് ഞാൻ സ്നേഹിക്കുന്ന ഒരാളല്ലേ, അയാൾ എന്നോട് എത്ര ക്രൂരത ചെയ്താലും എന്താ പറയുക, അയാളോട് എനിക്ക് സ്നേഹമാണ്, ഞാൻ മരിച്ചു പോയില്ലെങ്കിലും അയാൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ വിചാരിച്ചിട്ട് മരിച്ചു പോവുക. എന്തുദ്ദേശിക്കും? ഇത് ത്യാഗമാണ്, ഇത് പ്രാന്താണ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ മെൻ്റൽ ഹെൽത്ത്, ഇമോഷണൽ ഹെൽത്ത്, ഇൻ്റലക്ച്വൽ ഹെൽത്ത് എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ ആ ഒരു ധാരണ നമുക്ക് വേണമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് എനിക്കിതിലൊക്കെ പറയാനുള്ളത്. സംഭവം വളരെ കഷ്ടമായിപ്പോയി, വളരെ ഹൃദയഭേദകമായിട്ടുള്ളൊരു വാർത്തയാണ്. അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ളത് ആവർത്തിക്കാണ്ടിരിക്കട്ടെ എന്നാണ് പറയുന്നത്. എന്തായാലും ഒന്ന് ആലോചിക്കും, ആൾക്കാരുടെ ജീവിതമാണ് പോക്കെന്ന് ആലോചിക്കും. ആൾ മരിച്ചു പോയി, അവളുടെ പാരൻസിന് പോയി, കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആൾക്കാർ ഇതൊക്കെ മറക്കും. ആൾക്കാർ ഇതൊക്കെ എന്താ വെച്ചാൽ അവൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ആ ചങ്ങായി തേച്ചു പോയി, ഇവിടെ ആത്മഹത്യ ചെയ്തു, അതൊക്കെ സ്വാഭാവികം. ഇങ്ങനെയാണ് ആളുകൾ ഇത് എഴുതി തള്ളു ഈ കേസ് എന്നാണ് എനിക്ക്. കേസല്ല, ഈ ഒരു വാർത്തയ്ക്ക് ആളുകൾ മറക്കും. കാരണം അപൂർവമായ കേസായിട്ടൊന്നും ഇത് ആളുകൾ എടുക്കുന്നില്ല. കാരണം മൾട്ടിപ്പിൾ റിലേഷൻസ് വെക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് അല്ലേ. ചിലർ ആത്മഹത്യയില്ല, ചിലർ വേറെ കെട്ടും, ചിലർ പീഡിപ്പിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ കാഷ്വലായിട്ട് ആളുകൾ ഇത് എടുക്കുന്നുണ്ടായിരിക്കും. ഈ മീഡിയ ഇടപെടുന്നത് കൊണ്ടായിരിക്കും ഈ കേസിന് കുറച്ചുകൂടി സ്ട്രെങ്ത് ഉണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു, ആളുകൾ ചർച്ച ചെയ്യുന്നതുകൊണ്ട്. ഇല്ലെങ്കിൽ അവസ്ഥ എന്താ? അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഒരാളെ ഇങ്ങോട്ട് ബ്ലൈൻഡായിട്ട് അന്ധമായിട്ട് വിശ്വസിക്കാണ്ടിരിക്കുക. അപ്പോൾ വെളിച്ചം ദുഃഖമാണ് ഉണ്ണി, വെളിച്ചം ചില സമയത്ത് ദുഃഖമായിരിക്കും ഉണ്ണി. പ്രണയിച്ച് വെളിച്ചം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഒരു ഇരുട്ടിനും കൂടി സാധ്യത ഉണ്ട് എന്നുള്ള ഓർമ്മ വയ്ക്കാം. അത്രയേ ഉള്ളൂ. മനുഷ്യന്മാരുടെ കാര്യമാണ്, എപ്പോൾ വേണമെങ്കിലും മാറും. പിന്നെ ഫ്ലേട്ടിങ്ങും സിറ്റുവേഷൻഷിപ്പും റിലേഷൻഷിപ്പും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. പെട്ടെന്ന് ഒരാളുടെ വലയിൽ വീഴാണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. കരിയറിന് പ്രാധാന്യം കൊടുക്കുക. പിന്നെ ഒരു മിനിമം കോമൺ സെൻസ് എപ്പോഴും വയ്ക്കുക. പെട്ടെന്ന് ആൾക്കാർ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും അത് മതി മറന്ന് വീഴാതിരിക്കുക. ഇത്രയൊക്കെ പറയുള്ളൂ. ഇത് അല്ല, നമ്മുടെ ലൈഫിലും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നുണ്ടായിരിക്കും. എന്തായാലും സംഗതി ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെയും എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കാം. ഓക്കെ, ഇപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ യൂട്യൂബ് ചാനൽ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ, സീ യു.